നമസ്കാരം. കഴിഞ്ഞ തവണ സ്മൃതി ഇറാനിയോട് തോറ്റ രാഹുൽ ഗാന്ധി ഭയം മൂലം തെക്കേ ഇന്ത്യയിലേക്ക് പോകുന്നു. അമേഠിയിലും റായ്ബറേലിയിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാതെ കോൺഗ്രസ് കുഴങ്ങുന്നു. ആ കോൺഗ്രസിനെ വെല്ലുവിളിച്ചുകൊണ്ട് അമിത്ഷാ മുന്നിലെത്തുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടതാണ് വളരെ വലിയ രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുന്ന അമിത്ഷായുടെ പേരിലുള്ള പല വീഡിയോകളും. ആ വീഡിയോകളെ അടക്കം തള്ളിക്കൊണ്ടാണ് അമിത്ഷാ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. BJP വീണ്ടും അധികാരത്തിലെത്തിയാൽ SC/ST സംവരണം ഒഴിവാക്കുമെന്ന് താൻ പറയുന്നതായിട്ടുള്ള അത്തരത്തിൽ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ അത് വ്യാജമാണ് എന്നും അത് കോൺഗ്രസ് കള്ളം പ്രചരിപ്പിക്കുകയാണ് എന്നുമാണ് അമിത്ഷാ ആരോപിക്കുന്നത്. രാഹുൽ ഗാന്ധിക്കെതിരെ അദ്ദേഹം പറയുന്നത് അതുതന്നെയാണ്. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നത് തങ്ങൾ സംവരണത്തിനൊപ്പമാണെന്ന് അർഹതയില്ലാത്ത ചില സമുദായങ്ങൾക്ക് മാത്രം നൽകുന്ന സംവരണത്തെയാണ് BJP എതിർക്കുന്നത് എന്നുകൂടി അമിത്ഷാ ഈ സംവരണവുമായി ബന്ധപ്പെട്ട് പറയുന്ന വിഷയത്തിൽ പറയുന്നുണ്ട്. അതേസമയം ഡയമണ്ട് ഹാർബർ ലോക്സഭാ മണ്ഡലത്തിൽ തനിക്കെതിരെ മത്സരിക്കുവാൻ കേന്ദ്രമന്ത്രി അമിത്ഷായെ വെല്ലുവിളിച്ചുകൊണ്ട് ഇപ്പോൾ എത്തിയിരിക്കുന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള TMC നേതാവായിട്ടുള്ള അഭിഷേക് ബാനർജിയാണ്. അതായത് അമിത്ഷാ വിജയിച്ചാൽ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കും, മാത്രമല്ല ഈ രാഷ്ട്രീയമേ ഉപേക്ഷിച്ച് പോകുമെന്നും അഭിഷേക് ബാനർജി പറയുന്നുണ്ട്. തൃണമൂൽ കോൺഗ്രസിൻ്റെ മധുരാപൂർ സ്ഥാനാർത്ഥിയുള്ള ബാപ്പി ഹാൽഡാറിൻ്റെ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു ഇത്തരത്തിലൊരു സംഭവം അദ്ദേഹം ഉണ്ടായത്. താൻ സജീവ രാഷ്ട്രീയം വിടണമെന്ന് അമിത്ഷാ ആഗ്രഹിക്കുന്നുവെങ്കിൽ 3 ഓപ്ഷനുകളിൽ മുന്നോട്ട് വെക്കാം, അതിലേതെങ്കിലും ഒരു ഓപ്ഷൻ നിറവേറ്റണമെന്നാണ് അഭിഷേക് ബാനർജി പറയുന്നത്. സംസ്ഥാനത്തിൻ്റെ കുടിശ്ശികയായിട്ടുള്ള 1,64,000 കോടി അനുവദിച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ വിരമിക്കുമെന്നതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തത് എന്ന് പറയപ്പെടുന്നത് പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ഫണ്ട് അനുവദിക്കുക എന്നതാണ് രണ്ടാമത്തത്. ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിലേക്കുള്ള നാമനിർദ്ദേശം ഇനിയും ആരംഭിച്ചിട്ടില്ല എന്നും അമിത്ഷാ ഡയമണ്ട് ഹാർബറിൽ നിന്ന് മത്സരിച്ച് തന്നെ തോൽപ്പിച്ചാൽ ഈ രാഷ്ട്രീയം തന്നെ എന്നേക്കുമായി വിടുമെന്നതാണ് മൂന്നാമത്തെ ഓപ്ഷൻ. ഇങ്ങനെ 3 ഓപ്ഷനുകളാണ് അഭിഷേക് ബാനർജി മുന്നോട്ട് വെക്കുന്നത്. മമതാ ബാനർജി അഭിഷേക് ബാനർജിയെ പശ്ചിമ ബംഗാളിൻ്റെ അടുത്ത മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നുവെന്ന് അമിത്ഷാ പറഞ്ഞതിനോടും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. അതായത് മകനെ BCCI പ്രസിഡൻ്റാക്കാൻ ആഗ്രഹിച്ച അമിത്ഷായെ പോലെ എല്ലാവരും അങ്ങനെയാണ് എന്ന് കരുതരുത്. ഷായിൽ നിന്ന് ധാർമ്മിക മൂല്യങ്ങളും പ്രത്യയശാസ്ത്രവും പഠിക്കേണ്ടതില്ല എന്നുകൂടി അഭിഷേക് ബാനർജി പറഞ്ഞു വെക്കുകയാണ്. ഒരു വെല്ലുവിളിയാണ് അദ്ദേഹം വെക്കുന്നത് മുന്നോട്ട്. സ്വന്തം നേട്ടത്തിന് വേണ്ടിയാണ് അമിത്ഷാ രാഷ്ട്രീയത്തിലുള്ളത് എന്നും എന്നാൽ തങ്ങൾ അങ്ങനെ ചെയ്യില്ല എന്നും ജനങ്ങളുടെ പ്രശ്നങ്ങളെ പഠിച്ചുകൊണ്ട് അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അതിനു വേണ്ടിയിട്ടാണ് രാഷ്ട്രീയത്തിലുള്ളത് എന്നുമാണ് അഭിഷേക് ബാനർജി അടക്കമുള്ളവർ പറയുന്നത്. ഇവിടെ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ആക്രമിച്ചുകൊണ്ടാണ് അമിത്ഷാ രംഗത്ത് വന്നത്. അമിത്ഷാ പറയുന്നത് സ്മൃതി ഇറാനിയെ പോലൊരു നേതാവിനെ ഭയപ്പെടുന്നുണ്ട് രാഹുൽ ഗാന്ധി, അതുകൊണ്ടാണ് അമേഠിയിൽ മത്സരിക്കാത്തത്. റായ്ബറേലിയിലും പ്രിയങ്ക ഗാന്ധി മത്സരിക്കാത്തതും അങ്ങനെ അവിടെ പരാജയപ്പെട്ടു പോകുമെന്നുള്ള കാരണം കൊണ്ടാണ്. അങ്ങനെ അമേഠിയും റായ്ബറേലിയും എന്ന് പറയപ്പെടുന്ന നെഹ്റു കുടുംബത്തിനായിട്ടുള്ള സീറ്റുകളാണ്. ആ നെഹ്റു കുടുംബത്തിലുള്ള സീറ്റുകളിൽ മത്സരിക്കാൻ പോലും നെഹ്റു കുടുംബത്തിലുള്ള ഒരാൾ പോലും തയ്യാറാകുന്നില്ല എങ്കിൽ അതിനർത്ഥം ആ സീറ്റുകൾ വേണ്ട എന്ന് പറഞ്ഞ് വച്ചൊഴിഞ്ഞ് തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ ശ്രമിക്കുന്ന പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ആക്ഷേപിക്കുകയാണ്, അധിക്ഷേപിക്കുകയാണ്. വളരെ കൃത്യമായിട്ട് പറയുന്നു, കോൺഗ്രസിന് ധൈര്യമുണ്ടെങ്കിൽ ഈ സീറ്റുകളിൽ മത്സരാർത്ഥികളെ പ്രഖ്യാപിക്കൂ. 2 ദിവസം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ഇതുവരെ കോൺഗ്രസ് അമേഠിയിലും റായ്ബറേലിയിലും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടില്ല. അവിടെ മത്സരിക്കേണ്ടത് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും വേണമെന്ന് തന്നെ കോൺഗ്രസ്സുകാർ അണികൾ ആവശ്യപ്പെടുമ്പോഴും ആ ആവശ്യം ഈ 2 സ്ഥാനാർത്ഥികളും അംഗീകരിക്കാത്തത് എന്തുകൊണ്ടാണ്? തോൽവി ഭയന്നുകൊണ്ടാണ് ഇത് 2 പേരും രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും റായ്ബറേലിലും അമേഠിയിലും മത്സരിക്കാത്തത് എന്നാണ് അമിത്ഷാ പറയുന്നത്. അതുപോലെ തന്നെയാണ് അഭിഷേക് ബാനർജിയും ഇവിടെ അമിത്ഷായെ വെല്ലുവിളിക്കുന്നത്. തന്നോടൊപ്പം മത്സരിക്കുവാൻ സാധ്യതയുണ്ടെങ്കിൽ, കഴിവുണ്ടെങ്കിൽ, നട്ടലുണ്ടെങ്കിൽ മത്സരിക്കാൻ തയ്യാറാകൂ അമിത്ഷാ എന്നാണ് വിളിക്കുന്നത്. മത്സരിച്ച് തോൽപ്പിച്ചാൽ താൻ ഈ രാഷ്ട്രീയം പോലും ഉപേക്ഷിച്ച് പോകാൻ തയ്യാറാണ് എന്ന് അഭിഷേക് ബാനർജി ആത്മവിശ്വാസത്തോടു കൂടി പറയുകയാണ്. അദ്ദേഹം പറയുന്നത് ഈ പശ്ചിമ ബംഗാൾ ഡയമണ്ട് ഹാർബർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ വരിക, അഭിഷേക് ബാനർജി എന്ന് പറയപ്പെടുന്ന തന്നോടൊപ്പം മത്സരിക്കുവാൻ അമിത്ഷായ്ക്ക് നട്ടലുണ്ടെങ്കിൽ ചെയ്യുക എന്നാണ് അമിത്ഷായെ വെല്ലുവിളിക്കുന്നത്. അങ്ങനെ വെല്ലുവിളിക്കുക മാത്രമല്ല, ആ ഡയമണ്ട് ഹാർബറിൽ നിന്ന് മത്സരിച്ച് വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ, അമിത്ഷാ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ അഭിഷേക് ബാനർജി ഈ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാൻ തയ്യാറാണ് എന്നാണ് ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നത്. ധൈര്യമുണ്ടോ അമിത്ഷാ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ഇങ്ങനെ വെല്ലുവിളിക്കുമ്പോൾ താങ്കളെ വെല്ലുവിളിക്കുന്ന അഭിഷേക് ബാനർജിയോടൊപ്പം ഡയമണ്ട് ഹാർബറിൽ നിന്ന് മത്സരിക്കുവാനും വിജയിക്കുവാനും താങ്കൾക്ക് കെൽപ്പുണ്ടോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരമുണ്ടോ അമിത്ഷാ?
ഇങ്ങനെ പരസ്പരം കൊണ്ടും കൊടുത്തും വെല്ലുവിളിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുറുകുകയാണ്. ഇനിയുള്ള 5 ഘട്ടങ്ങളിൽ കൂടി തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട്. ആ 5 ഘട്ടങ്ങളിലേക്ക് എത്തപ്പെടുമ്പോൾ അമിത്ഷായുടെ വെല്ലുവിളി ഏറ്റെടുക്കുവാൻ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തയ്യാറാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പകരം അഭിഷേക് ബാനർജിയുടെ വെല്ലുവിളിയെ സ്വീകരിക്കാൻ ഈ അമിത്ഷാ തയ്യാറാണ്.